ഹായ് ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്മിൽ കണ്ടു. ലോ എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. ഒന്നുമല്ല, എക്സാം പാറ്റേൺ ആണ് കേട്ടോ. എങ്ങനെയാണെന്നുള്ളത് മെജോറിറ്റി ഉള്ള ആൾക്കാർ നെറ്റിലൊക്കെ സെർച്ച് ചെയ്തിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ പാറ്റേൺ എന്നും സിലബസ് ഒക്കെ നോക്കി പ്രിപ്പയർ ചെയ്ത് ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഇതിനെപ്പറ്റി ഒരു അവയർനെസ് ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിടുന്നത് കേട്ടോ. എക്സാം പാറ്റേൺ ആണ്, എങ്ങനെയൊക്കെയാണ് ഇത് ചോദിക്കുന്നത്, ഇതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനൊക്കെ എങ്ങനെയാണെന്നുള്ളതാണ്. ഓക്കെ, അപ്പം വെൽക്കം ടു മൈ ചാനൽ വൺസ് അഗെയിൻ. വീഡിയോയിലോട്ട് പോകും. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം, ഓൺലൈനാണ്. അപ്പോൾ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ്. 2 hours ആണ് എക്സാം ടൈം വരുന്നത്. ഓക്കെ, ആൻഡ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് നിങ്ങൾക്കറിയാം 4 ഓപ്ഷൻസ് ഉണ്ടാവും, അതിൽ നിന്ന് ചൂസ് ചെയ്ത് മാർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇത്രയാണ് ബേസിക് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് നമ്മൾ എക്സാമിനെ പറ്റിയിട്ട്. ഇനി ഇതിൽ വരുന്നത് മെയിനായിട്ടും 4 സെക്ഷനായിട്ടാണ് ഈ എക്സാം ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ നമുക്കറിയാം ജനറൽ ഇംഗ്ലീഷ്, രണ്ടാമത്തെ GK ജനറൽ നോളജ്, മൂന്നാമത്തത് അരിത്മെറ്റിക് ദാറ്റ് ഈസ് മാത്സ് എന്നാണ്. ഓക്കെ, ആൻഡ് നാലാമത്തെന്ന് പറഞ്ഞാൽ ആപ്റ്റിറ്റ്യൂഡ് ഫോർ ലീഗൽ സ്റ്റഡീസ്, അതായത് ലോയിൽ നിന്നും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്. ഓക്കെ, അങ്ങനെ 4 സെക്ഷൻസ് ആയിട്ടാണ് ഈ ഒരു എക്സാമിന് തിരിച്ചിരിക്കുന്നത്. പിന്നെ ഇതിൽ മെയിനായിട്ട് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, റൈറ്റ് ആൻസറിന് നിങ്ങൾക്ക് കിട്ടുന്നത് +3 ആണ്. അതായത് ഒരു ശരി ഉത്തരം ഒരു ഉത്തരം ശരിയാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 മാർക്ക് കിട്ടും. പക്ഷേ നിങ്ങൾ ഒരു ഉത്തരം തെറ്റാക്കി കഴിഞ്ഞാൽ ഈ 3 മാർക്കിൽ നിന്ന് 1 മാർക്ക് അങ്ങ് കുറച്ച് കളയും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് തരാനുള്ളൊരു ടിപ്പെന്ന് പറയുന്നത്, നിങ്ങൾ സത്യം പറഞ്ഞാൽ ഈ ഒരു എക്സാം എന്ന് പറയുന്നത് ബ്രില്യൻസിൻ്റെ ഒരു ഗെയിമാണ് ശരിക്കും. നിങ്ങൾക്ക് അത്രയും കോൺഫിഡൻസ് ഇല്ല, ശരിയാവും, നിങ്ങൾ പഠിച്ചതിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നതെന്ന് ഉറപ്പുള്ള ക്വസ്റ്റ്യൻ മാത്രം നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ട് ബാക്കി കറക്കി കുത്ത് നിൽക്കരുത്. എനിക്ക് പറ്റിയ ഏറ്റവും വലിയ മിസ്റ്റേക്കാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ഒരു 15 മിനിറ്റ്സ് 15 അല്ല, ഒരു 25 മിനിറ്റ്സിന് റെസ്റ്റ് ബാക്കി വരുന്ന ആ ഒരു ടൈമിൽ ഞാൻ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു എക്സാം. അപ്പം ഞാൻ നോക്കിയപ്പോൾ എല്ലാവരും തകർത്തിരുന്ന് അറ്റൻഡ് ചെയ്യാണ്. അപ്പം സത്യം പറഞ്ഞാൽ അവർ കറക്കി കുത്തി ഇടുമായിരിക്കും. ഓക്കെ, അതെനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ നോക്കുമ്പോൾ എല്ലാവരും ഭയങ്കര എൻഗേജ്ഡ് ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഓക്കെ, ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാം, ഇനി സമയമുണ്ടല്ലോ, ഒന്ന് എണ്ണിയൊക്കെ പിരിച്ച് ചിലപ്പോൾ ശരിയാവണമെങ്കിലോ എന്നുള്ള ആ ഒരു മൈൻഡിൽ ഞാൻ എണ്ണി പിരിച്ചൊക്കെ ഉത്തരങ്ങൾ എഴുതി വെച്ചു. വിട്ടതൊക്കെ ഞാൻ വീണ്ടും അറ്റൻഡ് ചെയ്തു. ഓക്കെ, അതാണ് എനിക്ക് പറ്റിയ മിസ്റ്റേക്ക്. അതുകൊണ്ട് തന്നെ എൻ്റെ റാങ്കിൽ ചെറിയ വേരിയേഷൻസ് ഒക്കെ ഉണ്ട്. ഞാൻ നോക്കിയപ്പോൾ സംഭവം ഞാൻ കറക്കി കുത്തി വെച്ച ആൻസറൊക്കെ പലതും തെറ്റായിരുന്നു. ആ ഒരു മിസ്റ്റേക്ക് നിങ്ങൾക്ക് വരാൻ പാടില്ല. നിങ്ങൾക്ക് അത്രയും കോൺഫിഡൻസ് ഉള്ള ക്വസ്റ്റ്യൻ മാത്രം നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പോവുക. 3 മാർക്കിൽ നിന്ന് 1 മാർക്ക് കുറയാന്ന് വെച്ചാൽ ഓരോ റോങ് ആൻസറിന് അങ്ങനെ കുറഞ്ഞ് 1 മാർക്കിന് തന്നെ വരുന്ന റാങ്കിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് നിങ്ങൾ കണ്ണ് തള്ളിപ്പോവും. അതുകൊണ്ട് നിങ്ങൾ അത്രയും ഉറപ്പുള്ള ക്വസ്റ്റ്യൻ മാത്രം അറ്റൻഡ് ചെയ്യുക. ഓക്കെ, അതാണ് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ളൊരു അഡ്വൈസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു, കറക്റ്റ് ആൻസറിന് 3 മാർക്ക് കിട്ടും, ഒരു റോങ് ആൻസറിന് -1 ആണ്. ഓക്കെ, പിന്നെ പിന്നെ ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് എത്ര? 600 മാർക്കിനാണ് നിങ്ങൾ ഈ ഒരു എക്സാം എഴുതാൻ പോകുന്നത്. 600 മാർക്കിൽ നിങ്ങൾക്ക് സ്കോർ മാക്സിമം GK നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാം അറിയണം എന്നില്ല. GKയും ചില കുട്ടികൾക്ക് മാത്സും കുറച്ച് ടഫായിരിക്കും. ഇത് രണ്ടും നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്തില്ലെങ്കിലും നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ഇംഗ്ലീഷും ലോയുമാണ്. ഇത് രണ്ടും നിങ്ങൾ പച്ച വെള്ളം പോലെ പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും, അത്യാവശ്യം നല്ല റാങ്കും കിട്ടും. ഓക്കെ, ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇതിൻ്റെ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരുന്നത് നോക്കാം. ഇംഗ്ലീഷിൽ ഇതിൽ ചോദിക്കുന്നത് 60 ക്വസ്റ്റ്യൻ ആണ്. അപ്പം നിങ്ങൾക്ക് മാർക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം സ്കോർ എന്ന് പറയുന്നത് എത്രയാണ്? 180 മാർക്കാണ്. ഓക്കെ, അപ്പം ഇംഗ്ലീഷിൽ നിങ്ങൾ 60 ക്വസ്റ്റ്യനും ശരിയാക്കി കഴിഞ്ഞാൽ 180 മാർക്ക് കിട്ടും. ഓക്കെ, 60 ക്വസ്റ്റ്യൻ. അപ്പോൾ ഇംഗ്ലീഷ് 60 ക്വസ്റ്റ്യൻ ആണ്. ഇനി വരുന്നത് GKയിൽ ചോദിക്കുന്ന 45 ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, 45 ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും? 45 × 3 ദാറ്റ് ഇസ് 135. ഓക്കെ, 135 മാർക്കാണ് നിങ്ങൾക്ക് GKയിൽ സ്കോർ ചെയ്യാൻ മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റുന്ന മാർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് വരുന്നത് മാത്സിന് ചോദിക്കുന്ന 25 ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, 25 എന്ന് പറയുമ്പോഴത്തേക്ക് 75 മാർക്കാണ്
നിങ്ങൾക്ക് അതിൽ മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റുന്നത്. ആൻഡ് ലാസ്റ്റ് വരുന്നത് ഇതിൽ നിന്ന് 70 ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. 210 മാർക്ക് നിങ്ങൾക്ക് അതിൽ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾ സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് 60യും 70യും, അതായത് ഇംഗ്ലീഷും GK ലോ, ഇത് രണ്ടെന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ പച്ചവെള്ളം പോലെ പഠിച്ചു കഴിഞ്ഞാൽ മക്കളെ നിങ്ങൾക്ക് റാങ്ക് കിട്ടും. റാങ്ക് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും. കോമ്പറ്റീഷനെ ബേസ് ചെയ്തിട്ടിരിക്കും പിന്നെ റാങ്ക് ഒക്കെ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, സോ നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങളുടെ സൈഡ് ക്ലിയർ ചെയ്ത് പോകുക എന്നുള്ളതാണ്. അപ്പോൾ ഈ രണ്ട് സംഭവങ്ങൾ നിങ്ങൾ പച്ചവെള്ളം പോലെ പഠിച്ചു കഴിഞ്ഞാൽ ഓൾ സെറ്റ്. ഓക്കെ, സോ പിന്നെ എന്താണ്, മാത്സും പഠിക്കണം കേട്ടോ. മാത്സ് സ്കിപ്പ് ചെയ്യണം എന്നല്ലേ പറഞ്ഞത്. നിങ്ങൾക്ക് ഇതിൽ സ്കിപ്പ് ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ GK വേണമെങ്കിൽ നിങ്ങൾക്ക് ഫുൾ സ്കിപ്പ് ചെയ്യാം. അറിയാന്നുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അറിയാന്നുള്ളത് കാണും. ഓക്കെ, എന്നാലും ഒരു അവയർനെസ് ഉണ്ടാക്കിയിട്ട് പോവുക. പക്ഷേ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഈ 3 എണ്ണം മെയിനായി ഫോക്കസ് ചെയ്യേണ്ടത് എന്താണ്, ഇംഗ്ലീഷും ലോയും ഫോക്കസ് ചെയ്ത് മാത്സ് കുറച്ചൊന്ന് ഒരു അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാതെ പക്ഷേ എല്ലാം പഠിച്ചിട്ട് പോവുക. അറിയാന്നുള്ളത് എന്താണ്, പക്കയായിട്ട് അറിയാന്നുള്ളത് മാർക്ക് ചെയ്തിട്ട് വരിക എന്നുള്ളതാണ്. GK സ്കിപ്പ് ചെയ്താലും കുഴപ്പമില്ല. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ബാക്കിയുള്ള ടൈം ഉണ്ടെന്ന് വിചാരിച്ചാൽ അത് കറക്കി കുത്തി വെക്കാൻ പോകരുത്. ഓക്കെ, അത്രയും ചെയ്താൽ മതി. അപ്പോൾ ഇതാണൊരു ബേസിക് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യങ്ങളെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 600 മാർക്കിനാണ്. ഇതിൽ 600 കിട്ടണം എന്നുള്ള ഒരു ആർജവത്തോടെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് റാങ്ക് പോരും. ഓക്കെ, ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് ലീഗൽ സ്റ്റഡീസിൽ നിന്ന്, ലോയിൽ നിന്ന് വരുന്ന പോർഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഓക്കെ, ഇത് ഒരുപാട് പേർക്ക് സംശയം ഉണ്ടാവും. ഒരുപാട് പേര് സയൻസ് ഒക്കെ എടുത്തിട്ട് വരുന്നവരുണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് എന്താണ് ലോ ഓഫ് ക്രൈം, IPC, കുറേ സെക്ഷൻസ്, ഒന്നും തലയിലും കയറുന്നില്ല, ഭ്രാന്തെടുത്തിരുന്നായിരിക്കും പഠിക്കുന്നത്. പക്ഷേ ഗ്രാജുവലി നിങ്ങൾ ഭയങ്കര അതിലങ്ങ് അഡിക്റ്റഡ് ആയി പോകും, ഈ പറയുന്ന IPCയിലും അതും ഇതും ഒക്കെ. ഓക്കെ, സെക്ഷൻസും അതിൻ്റെ ഒഫൻസൊക്കെ ആയിട്ട് നിങ്ങൾ ഭയങ്കര അഡിക്റ്റഡ് ആയി പോകും. അപ്പം അത്രയും ഇൻവോൾവ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ. ഓക്കെ, സോ ലീഗൽ സ്റ്റഡീസിൽ നിന്ന് നിങ്ങൾക്ക് മെയിനായിട്ട് ഫസ്റ്റ് നിങ്ങൾ പഠിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ IPC. ഓക്കെ, ലോ ഓഫ് ക്രൈംസ്. അപ്പോൾ ഇന്ത്യൻ പീനൽ കോഡിലെ മെയിൻ ആയിട്ടുള്ള ഒഫൻസുകൾ, എക്സാമ്പിൾ മർഡർ, തെഫ്റ്റ്, പിന്നെന്താണ് അങ്ങനത്തെ സാധനങ്ങളുണ്ടല്ലോ, റേപ്പ്, അങ്ങനത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ഒഫൻസുകളുണ്ട്. ആ ഒഫൻസും അത് ഏതൊക്കെ സെക്ഷൻസിലാണ് വരുന്നത്, ആ ഒരു പെർട്ടിക്കുലർ ഒഫൻസിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, അത് ജസ്റ്റ് ഒന്ന് വായിച്ചു വയ്ക്കുക. കാരണം അങ്ങനെയൊക്കെ ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കാം. ഇങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഏത് ഒഫൻസ് ആണെന്നൊക്കെ ചിലപ്പോൾ ചോദിക്കാം. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ഒരു പെർട്ടിക്കുലർ ഒഫൻസ് പഠിക്കുമ്പോൾ അതെന്താണ് നമ്മുടെ ബെയർ ആക്ടിൽ എന്താണ് ആ ഒരു സെക്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്നും കൂടെ നിങ്ങളത് പഠിച്ചു പോകും. അത് ജസ്റ്റ് വായിച്ചു വെച്ചാലും മതി. ഓക്കെ, ബൈ ഹാർട്ട് എന്നും വായിക്കുമ്പോൾ നിങ്ങൾക്കത് പക്കയായിട്ട് മണ്ടയിൽ കയറിക്കോളും. ഓക്കെ, സോ അത് അങ്ങനെയാണ് IPC പഠിക്കേണ്ടത്. നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ പറ്റുമെങ്കിൽ കുറച്ച് പേപ്പറൊക്കെ എടുത്തിട്ട് എല്ലാ സെക്ഷൻസിലും ഏതൊക്കെ ഒഫൻസ് ആണ് നിങ്ങൾക്ക് ഈസിയാണ് പഠിക്കാൻ. കാരണം IPCയിൽ തന്നെ എല്ലാം ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഒഫൻസ് അഫക്റ്റിംഗ് ഹ്യൂമൻ ബോഡി, പ്രോപ്പർട്ടി, സ്റ്റേറ്റ്, അങ്ങനെ പല ഒഫൻസുകൾ അങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ ഭയങ്കര ഈസിയാണ്, ഭയങ്കര ഇൻട്രസ്റ്റിംഗും ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എല്ലാ സെക്ഷൻസിലും എന്താണ് പറയുന്നതെന്നൊക്കെ പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ എല്ലാ എഴുതി പഠിക്കാം. ഓക്കെ, സോ രണ്ടാമത് പഠിക്കാനുള്ളത് ലോ ഓഫ് കോൺട്രാക്റ്റും ലോ ഓഫ് ടോട്ട്സും ആണ്. ഇത് ഈസിയാണ് പഠിക്കാൻ, നിങ്ങൾക്ക് അറിയാമെന്നുള്ള കുറേ കാര്യങ്ങൾ. കോൺട്രാക്റ്റിൽ തന്നെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിച്ചാൽ മതി. എന്താണ് കോൺട്രാക്റ്റ് എന്നും കോമ്പീറ്റൻസി, ഇത് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന ആൾക്കാരുടെ കോമ്പീറ്റൻസി എന്തൊക്കെയാണെന്നും അങ്ങനെ ജനറൽ ആയിട്ട് കുറേ കാര്യങ്ങളുണ്ട്. സോ അതും പഠിക്കാം. ഓക്കെ, പിന്നെ ടോർട്ടിലും കുറേ സംഭവങ്ങളുണ്ട്, ലൈക്ക് ഡിഫോമേഷൻ, പിന്നെന്താണ് ഇത് ന്യൂയിസെൻസ്, അങ്ങനെ കുറേ ടോർട്ടിൽ കുറേ ഒഫൻസുകളുണ്ട്. അതൊക്കെ എന്തൊക്കെയാണെന്ന് പഠിക്കുക. അത് കോഡിഫൈഡ് അല്ല, അതിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ തന്നെ വരുന്നൊരു സംഭവമാണ് വൈക്കേരിയസ് ലൈബിലിറ്റിയും സ്ട്രിക്റ്റ് ലൈബിലിറ്റിയും. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് രണ്ടും എന്താണെന്ന് പഠിച്ചിട്ട് പോവുക. അതിൽ 2 കേസുകളുണ്ട്, അതും പഠിച്ചിട്ട് പോവുക. ഓക്കെ, സോ വൈക്കേരിയസ് ലൈബിലിറ്റി, സ്ട്രിക്റ്റ് ലൈബിലിറ്റി, ലോ ഓഫ് കോൺട്രാക്ട്, ലോ ഓഫ് ടോർട്ട്, പിന്നെ IPC, ഇത്രയാണ് ഞാൻ പറഞ്ഞത്. ഇനി വരുന്നത് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്, അത് പഠിക്കണം. ഓക്കെ, പിന്നെ വരുന്നത് ഇൻ്റർനാഷണൽ ലോ. ഓക്കെ, അത് നെക്സ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇതിലൊന്നും വിട്ട് കളിക്കാത്തൊരു സാധനമുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ബേസിക് ആയിട്ടുള്ള സംഭവങ്ങൾ നോക്കിപ്പോയാൽ മതി. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്താണ്, അതിനകത്ത് വരുന്ന ഓരോ ആർട്ടിക്കിൾസും എല്ലാം നോക്കണം കേട്ടോ. ദെൻ DPSP, ഡ്യൂട്ടീസ്, പിന്നെ
എന്താണ് പാർലമെൻറ്റ്, യൂണിയൻ, എക്സിക്യൂട്ടീവ്, എല്ലാ സംഭവങ്ങളും എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ലെജിസ്ലേച്ചർ എല്ലാ സംഭവങ്ങളും എന്ത് ചെയ്യണം, നോക്കി പോകണം. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് എല്ലാം ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോകണം. എല്ലാ ആർട്ടിക്കിൾസും ഓക്കെ മെയിൻ ആയിട്ടുള്ള കുറേ ആർട്ടിക്കിൾസ് ഉണ്ട്, അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവാം. ഇനി പിന്നെ നിങ്ങൾ 2 എക്സ്ട്രാ നോക്കേണ്ടി വരും. അതായത് എല്ലാ എക്സാമിനും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന 2 എക്സ്ട്രാ സാധനങ്ങൾ. ഒന്ന് ലാൻഡ്മാർക്ക് ജഡ്ജ്മെൻറ്റ്സ്, ലാൻഡ്മാർക്ക് കേസസ് ഉണ്ട്. ലൈക്ക് കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള, കോലക്നാഥ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ്, പിന്നെ എന്താണ് ഇന്ദിരാഗാന്ധി വേഴ്സസ് രാജ്നാരായൺ, അങ്ങനെ കുറേ ലാൻഡ്മാർക്ക് കേസുകളുണ്ട്. ആ കേസുകളൊക്കെ ഒന്ന് നോക്കിയിട്ട് പോകുക എന്നുള്ളതാണ്. പിന്നെ വരുന്നത് ലീഗൽ മാക്സിംസ് ആണ്. ഓക്കെ, സോ ലീഗൽ മാക്സിംസ് നിങ്ങൾക്കറിയാം, കേട്ടിട്ടുണ്ടാവും. ലാറ്റിൻ എന്താണ് കുറേ മാക്സിംസ് ഉണ്ട്. ലൈക്ക് വോളണ്ടറി, നോൺ ഫിറ്റ് ഇൻജൂറി, അങ്ങനെ കുറേ എന്താണ് കുറേ ലീഗൽ മാക്സിംസ്, കടിച്ചാൽ പൊട്ടാത്ത കുറേ വാക്കുകളുണ്ട്. അത് നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും, നിങ്ങൾ പഠിച്ചു വരുന്നവർക്ക് ഫെമിലിയർ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് മാക്സിംസ് ഉണ്ട്, അത് മാത്രം നിങ്ങൾ നോക്കിപ്പോയാൽ മതി. ഒരുപാട് ലീഗൽ മാക്സിം ഉണ്ട്, എണ്ണിയാൽ തീരാത്ത കുറേ മാക്സിംസ് ഉണ്ട്, അത് അത്രയും നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രം നിങ്ങൾ നോക്കിപ്പോയാൽ മതി. ഓക്കെ, സോ അത് സംഭവം അതാണ്. പിന്നെ സോ അതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ, ലീഗൽ മാക്സിം, ലാൻഡ്മാർക്ക് കേസ്, ഒക്കെ ഇത്രയാണ് ലോയിൽ സത്യം പറഞ്ഞാൽ വരുന്നത്. ഇത്ര നിങ്ങൾ കവർ ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പക്കയായിട്ട് എന്താണ് നല്ല മാർക്ക് കിട്ടും ലോയിൽ. ഓക്കെ, ലോയിൽ നല്ല മാർക്ക് കിട്ടും. എല്ലാം കവർ ചെയ്ത് പോവാം കേട്ടോ, ഒന്നും സ്കിപ്പ് ചെയ്യരുത്. ഇതിലുള്ള ഒരു പോർഷൻസും നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. പിന്നെ ഞാൻ IPC പറഞ്ഞു, അതേപോലെ CRPC ന്നും എന്താണ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ സെക്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതും നിങ്ങൾ കവർ ചെയ്ത് പോകാമെന്നുള്ളതാണ്. സോ ഇത്രയൊക്കെ തന്നെയാണ് നിങ്ങൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഞാനിപ്പോൾ പറഞ്ഞ ലോയിൽ ഈ പോർഷൻസിൽ ഏതെങ്കിലും ഡെപ്തിൽ നിങ്ങൾക്ക് ഏതെങ്കിലും പോർഷൻസ് കവർ ചെയ്യണം, നിങ്ങൾക്ക് അറിയണം എന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇടുക കേട്ടോ. ഞാൻ അതെന്ത് ചെയ്യാം, ഡീപ്പായിട്ട് ഒരു വീഡിയോ ഇട്ടേക്കാം. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്നാണ് എൻ്റെ പ്രതീക്ഷ. നിങ്ങളെല്ലാവരും നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, സോ എന്താണ് ഒരു വിട്ടുവീഴ്ച കാണിക്കരുത്. റാങ്കുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകും കേട്ടോ. അപ്പം നിങ്ങൾ അത്രയും ശ്രദ്ധിച്ച് എക്സാമിന് പ്രിപ്പയർ ചെയ്യുക. മണ്ടത്തരം കാണിച്ചു വയ്ക്കരുത് ഞാൻ ചെയ്ത പോലെ. അപ്പം നിങ്ങൾ കോൺഫിഡൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് മാത്രം അറ്റൻഡ് ചെയ്യുക, ഇല്ലാത്തത് വിടുക. അത്രയും ചെയ്താൽ മതി. നമ്മൾ ശരിയായിട്ടുള്ള മാർക്ക് ഒരിക്കലും അതിൽ നിന്ന് മാർക്ക് ഡിഡക്റ്റ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ ഗൈസ്, ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, ബൈ.